ബീരാനിക്കയുടെ ചായക്കടയിൽ പതിവ് പോലെ നല്ല തിരക്കാണ്. കഥ തുടങ്ങാൻ വരട്ടെ. വർഷമൊരു 1999. കെട്ടിത്തൂക്കിയിട്ട നേന്ത്രക്കുലയും പാർലേജ് ബിസ്ക്കറ്റും റസ്കും മാത്രം കണ്ടുപിടിക്കപ്പെട്ട കാലം. എനിക്ക് ഈ പൊടിയും ചൂടും സഹിച്ചും മറ്റുള്ളവരോട് പല്ലിളിച്ച് കാട്ടിയും മതിയായി. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. നീ അങ്ങനെ ചെയ്യരുത്, നമ്മുടെ വിധി ഇതാണ്. കൂട്ടത്തിലുള്ളവർ അവളെ വിലക്കി. മറ്റുള്ളവരുടെ പാഴ്വാക്കുകൾ ഒന്നും കേൾക്കാതെ അവൾ അവിടെ നിന്നും തടി തപ്പാൻ ഒരു പഴുതന്വേഷിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ ബീരാൻക രാത്രി കഴിക്കാൻ കലക്കി വെച്ച മൈദമാവിലേക്ക് പഞ്ചസാര കുപ്പിയോടൊപ്പം അവളും വഴുതി വീണു. അതെല്ലാം മേത്ത് പുരണ്ട് അസ്വസ്ഥത സഹിക്കാൻ വയ്യാതെ വെള്ളമാണെന്ന് കരുതി ചൂടെണ്ണയിലേക്കും വെച്ചുകൊടുത്തു ഒരു ചാട്ടം. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ. അന്നുച്ചയ്ക്ക് തന്റെ പഴക്കുലയിലെ ഒരുത്തി മിസ്സായതിനെ പറ്റി ബീരാൻക ഗവേഷണം നടത്തുമ്പോൾ 1999 പഴംപൊരിയായ അവൾ അവർക്ക് മുന്നിലൂടെ തെല്ല അഭിമാനത്തോടെ നടന്നു നീങ്ങി. മറ്റുള്ളവരുടെ മാറ്റത്തിന് കാത്തു നിൽക്കാതെ സ്വയമേ മാറിയതുകൊണ്ടാകാം അവൾ അന്നും ഇന്നും മലയാളികൾക്ക് പ്രിയങ്കരിയായത്.